ഹായ് ഗൈസ്, ഞാൻ കണ്ടു കുറേ യൂട്യൂബേഴ്സ് റെഡ്മി നോട്ട് 13 Pro Plusന് വേണ്ടിയിട്ട് വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റെഡ്മി നോട്ട് 13 Pro Plusന് വേണ്ടിയിട്ട് എനിക്കത്ര വലിയ അഭിപ്രായമൊന്നുമില്ല. അവർ പറയുന്നത് 30,000 ഇത്രയ്ക്ക് നല്ലൊരു ഫോൺ കിട്ടില്ല, പിന്നെ ക്യാമറ ക്വാളിറ്റി സുപ്പീരിയർ ആണ്, ഇതിൽ 3 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട്, 4 years ഓഫ് സെക്യൂരിറ്റി പാച്ച് ഉണ്ട്. ഞാൻ സത്യത്തിലൊരു കാര്യം പറയട്ടെ, പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് അത്രയ്ക്ക് നല്ലതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഡയമൻസിറ്റി 7200 അൾട്രയാണ് ഇതിൽ പ്രോസസ്സർ കിട്ടുന്നത്. എൻ്റെ ആൻഡ്രോയിഡ് സ്കോർ നോക്കുകയെന്ന് വെച്ചാൽ ഞാൻ പേഴ്സണലി ഇത് യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്കിങ്ങനെ ഇതിന് വേണ്ടിയിട്ട് അഭിപ്രായം പറയാൻ പറ്റുമെന്ന്. ഞാൻ സ്പെസിഫിക്കേഷൻ വൈസാണ് ഞാൻ പറയണത്, അത് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുക. ഇവിടെ ഡയമൻസിറ്റി 7200 അൾട്രയാണ് കിട്ടുന്നത്. ആൻഡ്രോയിഡ് സ്കോർ 7 lakh സംതിങ് ആണ് കിട്ടുന്നത്. ഇതിൻ്റെ ആട്ടും നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി ഒരു 3000-4000 രൂപ ചിലവാക്കിയാൽ നമുക്ക് ഐക്യൂൻ്റെ നിയോ 7 Pro കിട്ടും, പിന്നെ നത്തിങ് ഫോൺ 2 കിട്ടും. അതിലൊക്കെ 8+ Gen 1 പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. അത് ഫോണിൻ്റെ പ്രോസസ്സറും സുപ്പീരിയർ ആവും, യൂസർ എക്സ്പീരിയൻസും സുപ്പീരിയർ ആവും, എല്ലാം സുപ്പീരിയർ ആവും. അപ്പോൾ എന്തിനാണ് ഈ 30,000 നമുക്ക് ഈ ഫോൺ മേടിക്കേണ്ട ആവശ്യം എനിക്കറിയില്ല. പിന്നെ 200 MP. ഇപ്പോൾ ഞാൻ കുറേ യൂട്യൂബേഴ്സിൻ്റെ ഫോട്ടോ സാമ്പിൾസൊക്കെ കണ്ടു, ഇതിനെടുത്ത ഫോട്ടോസ് എനിക്കത്ര വലിയ ഇമ്പ്രസീവായി തോന്നിയില്ല. പേഴ്സണലി എനിക്ക് ഇമ്പ്രസീവായി തോന്നിയില്ല. പിന്നെ സൂമുണ്ട്, 5x ലോസ്ലെസ് സൂമുണ്ട്. ഇപ്പോൾ ഞാൻ പറയട്ടെ ഒരു കാര്യം, ഇപ്പോൾ ക്യാമറയ്ക്ക് വേണ്ടി എടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് സാംസങ് ഗാലക്സി S21 FEയുടെ കൂടെ പോവാം. ബിക്കോസ് സാംസങ് ഗാലക്സി S21 FEയുടെ അത്ര ക്യാമറ ക്വാളിറ്റി ഒന്നും നമ്മുടെ ഷോമി റെഡ്മി നോട്ട് 13 Pro Plusലില്ല. പിന്നെ പെർഫോമൻസ് വേണമെങ്കിൽ നമുക്ക് ഐക്യു നിയോ 7 Pro Plusൻ്റെ കൂടെ പോവുക. അതിലും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയാണ്. സാംസങ് ഗാലക്സി S21 FEയുടെ അത്ര നല്ല ക്വാളിറ്റി അല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ്. പിന്നെ നത്തിങ് ഫോൺ 2 ഉണ്ട്. അത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഫ്ലാഗ്ഷിപ്പ് ലെവൽ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് അതിൽ കിട്ടുക. പിന്നെ എന്തിനാണ് ഈ ഷോമി റെഡ്മി നോട്ട് 13 Pro Plus കുറേ യൂട്യൂബേഴ്സ് സജസ്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിൽ നമുക്ക് 3 years ഓഫ് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്, അതേമാതിരി OS അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്, അതേമാതിരി 4 years ഓഫ് സെക്യൂരിറ്റി പാച്ച് ഇട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിൽ ആൻഡ്രോയിഡ് 13 ഇത് ലോഞ്ച് ആയിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി എല്ലാ ഫോണും ഇപ്പോൾ ഇറങ്ങുന്നത് മീൻസ് 2024 ആൻഡ്രോയിഡ് 14 ലോഞ്ച് ആവേണ്ടത്. അപ്പോൾ ടെക്നിക്കലി നോക്കുകയെന്ന് വെച്ചാൽ ഇത് 2 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് മാത്രമേ തരുന്നുള്ളൂ. ബിക്കോസ് ആൻഡ്രോയിഡ് 13 ഇത് ഇറങ്ങിയിട്ട് ഈ ആൻഡ്രോയിഡ് 14 കിട്ടും, ഈ ആൻഡ്രോയിഡ് 15 കിട്ടും, പിന്നെ 16 കിട്ടും. അപ്പോൾ നോക്കുകയെന്ന് വെച്ചാൽ 2 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തന്നെ കിട്ടുന്നുള്ളതിന് 3 years വെറുതെ ആൾക്കാരനെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് 3 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് 4 years ഓഫ് സെക്യൂരിറ്റി പാച്ച് പറഞ്ഞിട്ട് ഇവർ ഇറക്കണത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ടേക്ക് ഓൺ റെഡ്മി നോട്ട് 13 Pro Plus. അപ്പോൾ എനിക്കെന്താ പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഡിസിഷനാണ്, ഇത് മേടിക്കണേ നിങ്ങളുടെ ആശയാണ്. അപ്പോൾ ഇതിൻ്റെ ആയിട്ടും ഫാർ സുപ്പീരിയർ ഡിവൈസസ് ഉണ്ട്. ക്യാമറയ്ക്ക് വേണമെങ്കിൽ സാംസങ് ഗാലക്സി S21 FEയുടെ കൂടെ പോവുക, അല്ലെങ്കിൽ പെർഫോമൻസും ക്യാമറയ്ക്കും വേണമെങ്കിൽ നമുക്ക് ഐക്യു നിയോ 7 Proൻ്റെ കൂടെ പോവുക. അതേമാതിരി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും പെർഫോമൻസും വേണമെങ്കിൽ നമുക്ക് നത്തിങ് ഫോൺ 2ൻ്റെ കൂടെ പോവുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു എൻ്റെ ടേക്ക് ഓൺ റെഡ്മി നോട്ട് 13 Pro Plus. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.